പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗം ഇന്നാണ് പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഒളവറ പാലത്തിന് സമീപം ശുചീകരിച്ചത്. എന്നാൽ ശുചീകരണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് കാറിൽ വന്നിറങ്ങി ഇവിടെ മാലിന്യം തള്ളി കടന്നുകളഞ്ഞത്. ക്യാമറ ദൃശ്യവും മാലിന്യം തള്ളിയ വ്യക്തിയുടെ വിലാസവും നഗരസഭയ്ക്ക് ലഭിച്ചു. ഒറ്റയേറ് ഒറ്റപ്പോക്ക്, ഇതാണ് പലരുടെയും മാലിന്യ സംസ്കാരം. വലിച്ചെറിയുന്നത് അന്യന്റെ പറമ്പിലേക്കെന്നോ പൊതുയിടങ്ങളിലേക്കെന്നോ ചിന്തയില്ല. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നൊന്നും ഇവർ കേട്ടുകാണാൻ വഴിയില്ല. എന്റെ മാലിന്യം നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും ഉത്തരവാദിത്തം എന്നതാണ് ഇത്തരത്തിൽ പെരുമാറുന്നവരുടെ മുദ്രാവാക്യം. ഈ കാഴ്ച കാണുന്ന ഏതൊരാൾക്കും അങ്ങനെയേ തോന്നൂ. പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഒളവറ പാലത്തിന് സമീപം പട്ടാപ്പകൽ കാറിൽ വന്ന് മാലിന്യം വലിച്ചെറിയുന്ന കാഴ്ചയാണിത്. നഗരസഭ ആരോഗ്യ വിഭാഗം ഇന്നാണ് ഈ പ്രദേശം ശുചീകരിച്ചത്. ശുചീകരണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് മാലിന്യം വലിച്ചെറിഞ്ഞത്. KL 13/822 നമ്പർ കാറിൽ വന്നിറങ്ങി മാലിന്യം ഇവിടെ തള്ളി കടന്നുകളഞ്ഞ വ്യക്തി പയ്യന്നൂരും പരിസര പ്രദേശത്തുമുള്ളയാളല്ല. കാസർഗോഡ് അമ്പലത്തറ അച്ചിക്കാനം സ്വദേശിയുടെ വിലാസമാണ് അന്വേഷിച്ചപ്പോൾ ലഭിച്ചത്. ഏതായാലും ഈ സാമൂഹ്യദ്രോഹ പ്രവൃത്തിക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. മേൽപ്പാലത്തിന് താഴെ നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടി പയ്യന്നൂർ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ പരിശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ മാലിന്യങ്ങളും ഇന്ന് രാവിലത്തോടുകൂടി നീക്കം ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തുനിന്ന് ഒരു കാർ വന്ന് മാലിന്യം അവിടെ വലിച്ചെറിയുന്നത് CCTVയിൽ പതിഞ്ഞിരിക്കുകയാണ്. നഗരസഭയിൽ നിന്നല്ലാതെ മറ്റ് പല പഞ്ചായത്തുകളിൽ നിന്നും ജില്ലകളിൽ നിന്നടക്കം മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടങ്ങളിൽ തള്ളുന്നത് ഒരു സ്ഥിരം പ്രവണതയായിട്ട് മാറിയിരിക്കുകയാണ്. കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. ഇത്തരത്തിൽ സമൂഹത്തിന് വിപത്തുണ്ടാക്കുന്ന സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കർശനമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ പയ്യന്നൂരും പരിസരത്തുമുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ കൂടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.